അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഞാൻ വീഡിയോയിൽ വരാനുള്ളൊരു കാരണം, ഒരു മൗലവിയുടെ പ്രഭാഷണത്തിൻ്റെ ശകലം കേൾക്കാനിടയുണ്ടായി. അതിൻ്റെ ഭാഗമായി അല്പം കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഈ മാസം 16-ാം തീയതി ബഹുമാനപ്പെട്ട കാന്തപുരം AP ഉസ്താദ് നയിക്കുന്ന കേരള യാത്രയുടെ സമാപന സമ്മേളനം താജുൽ ഉലമ നഗറിൽ തിരുവനന്തപുരത്ത് നടക്കുകയാണ്. അതിൽ നമ്മളെല്ലാവരും ഭാഗവാക്കാക്കണം. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട AP ഉസ്താദിൻ്റെ ഒരു കേരള യാത്രയുടെ സ്വീകരണ സമ്മേളനത്തിൽ നിന്ന് ഉസ്താദ് പറയുന്നത് കേൾക്കാനിടയുണ്ടായി. വല്ലാതെ മനസ്സിന് സങ്കടമായത്. കാരണം ഉസ്താദ് പറഞ്ഞു, എനിക്ക് ആരോഗ്യപരമായിട്ട് കുറവാണ്, സിഹത്തില്ല. എന്നാലും ഞാൻ ഈ യാത്രയ്ക്ക് സ്വീകരണത്തിന് ഓരോ ഏരിയയിലും എത്തുന്നത് സമസ്ത നേതാക്കളെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയ ആൾ ഞാൻ മാത്രമാണ്. അപ്പോൾ എൻ്റെ ഭാഗം കൊണ്ട് സമസ്തക്ക് എന്തെങ്കിലും ഗുണം ലഭിക്കട്ടെ എന്ന് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഉസ്താദ് ഈ യാത്ര നടത്തുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട AP ഉസ്താദ് വീട്ടിൽ വിശ്രമിക്കേണ്ട സമയമാണ്. എന്നാലും ഈ കേരള യാത്ര നടത്തുമ്പോൾ നമ്മളതിൽ ഭാഗവാക്കാകണം. നമ്മളെല്ലാവരും തിരുവനന്തപുരത്ത് എത്തണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഞാൻ ആ മൗലവിയുടെ ഒരു പ്രഭാഷണം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നിങ്ങളത് കേൾക്കുക. ഇപ്പൊ മതസംഘടനകളൊക്കെ യാത്ര ചെയ്ത് ആണ് അവരുടെ സമ്മേളനങ്ങളൊക്കെ ആഘോഷിക്കുന്നത്. അങ്ങനെ നടത്തുന്ന ഒരു യാത്രയുടെ ക്യാപ്ഷൻ മനുഷ്യർക്കൊപ്പം എന്നുള്ളതാണ്. നല്ല ക്യാപ്ഷനാണ്. അത് സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും മനുഷ്യർക്കൊപ്പമായിരിക്കണം. പക്ഷേ ആ യാത്രയിൽ നമ്മൾ മനുഷ്യരെ കാണുന്നില്ല. നമ്മൾ കാണുന്നത് ഒരു ഗ്രൂപ്പിന്റെ ആളുകളെ മാത്രമാണ്. അക്കൂട്ടത്തിൽ ഒരു മുജാഹിദില്ല, അക്കൂട്ടത്തിൽ ഒരു ജമാഅത്തുകാരനില്ല, അക്കൂട്ടത്തിൽ ഒരു ഹിന്ദുവില്ല, ഒരു ക്രിസ്ത്യാനിയില്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരനില്ല. അപ്പോൾ മനുഷ്യരായിട്ട് ഇവർ പരിഗണിക്കുന്നത് ആരെയാണ്? മനുഷ്യർക്കൊപ്പം എന്ന് പറയുമ്പോൾ മനുഷ്യരെ പ്രതിനിധീകരിക്കുന്ന ആളുകളൊക്കെ അക്കൂട്ടത്തിൽ വേണമല്ലോ. ഈ മനുഷ്യർക്കൊപ്പം നടത്തുന്ന യാത്രയിൽ ഇവർ ഏതെങ്കിലും ഒരു മുജാഹിദ് പള്ളിയിൽ കയറിയിട്ട് നിസ്കരിക്കും. മുജാഹിദുകളോട് ഒട്ടും അനുഭവമുള്ള ആളല്ല ഞാനെന്ന് നിങ്ങൾക്കറിയാം. മുജാഹിദ് പള്ളിയിൽ കയറിയിട്ട് മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞ് നിസ്കരിക്കും. അല്ലെങ്കിൽ മുജാഹിദ് പള്ളിയിൽ മുജാഹിദുകളെ പിന്തുടർന്ന് നിസ്കരിക്കേണ്ട. മുജാഹിദ് പള്ളിയിൽ ഇമാമായിട്ട് പറയുന്ന ഷെയ്ഖ് കയറി നിസ്കരിക്കൂ. ഞാൻ ഒരാളെ വിമർശിക്കാൻ പറയുന്നതല്ല. പറയുന്ന വാക്കുകൾ എത്രത്തോളം തങ്ങളുടെ ആശയ തലങ്ങളിൽ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിനും വേണ്ടി പറയുന്നതാണ്. മൗലവി ഉളുപ്പില്ലാതെ പറയാം മനുഷ്യരെ കണ്ടില്ലാന്ന്. പച്ച നുണ പറയല്ല മൗലവി. നിങ്ങൾ ഏത് ഭൂതക്കണ്ണാടി വെച്ചാ നോക്കിയത്? നിങ്ങൾ ഭൂതക്കണ്ണാടി അയച്ചു മാറ്റിയിട്ട് ബഹുമാനപ്പെട്ട AP ഉസ്താദ് നയിക്കുന്ന യാത്രയുടെ വീഡിയോ യൂട്യൂബിലുണ്ട്. അതിലൊന്ന് എടുത്തു നോക്ക്. വ്യത്യസ്ത ജാതി മതഭേദമന്യേ വ്യത്യസ്ത രാഷ്ട്രീയക്കാർ, അതേപോലെ തന്നെ എത്രയോ ക്രിസ്ത്യൻ പുരോഹിതന്മാർ, ഇവരൊക്കെ ആ യാത്രയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ മൗലവി? അതുപോലും പഠിക്ക്. മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമുള്ളവർക്കൊപ്പം എന്നാണ്. അതല്ലാതെ വ്യത്യസ്ത മത ഉദാഹരണം പറയാം, ബഹുമാനപ്പെട്ട AP ഉസ്താദ് പിന്നെ അമ്പലത്തിൽ പോയി അവരുടെ പൂജയ്ക്ക് നേതൃത്വം കൊടുക്കണമെന്നാണോ മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞാൽ? അല്ലെങ്കിൽ പൂജ നടത്തുന്ന പൂജാരികൾ പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കാരത്തിനും പ്രാർത്ഥനയ്ക്കും പങ്കെടുക്കണമെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? അപ്പം മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമുള്ളവർക്കൊപ്പം എന്നാണ്. അപ്പോൾ ആ യാത്രയിൽ വ്യത്യസ്ത മത ആചാര്യന്മാർ പങ്കെടുക്കുന്നുണ്ട്. നോക്കൂ, കഴിഞ്ഞ യാത്രയിൽ ബഹുമാനപ്പെട്ട ശ്രീ നാരായണ ഗുരു പുരസ്കാരം ബഹുമാനപ്പെട്ട AP ഉസ്താദിന് കൊടുത്തു. ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങൾക്കും കാരുണ്യ പ്രവർത്തനത്തിനൊക്കെ വേണ്ടിയിട്ട് ഉസ്താദിന് ശ്രീ നാരായണ ഗുരു പുരസ്കാരം കൊടുത്തത് ഈ യാത്രയിലാണ് കൊടുത്തത്. എന്നിട്ട് ഉളുപ്പില്ലാതെ പറയാണ് മനുഷ്യരെ കണ്ടില്ല. പിന്നെ മൗലവി പറഞ്ഞൊരു സത്യമുണ്ട്, മുജാഹിദുകളെയും ജമാഅത്ത് ഇസ്ലാമിക്കാരും ഒപ്പം നിൽക്കുന്നില്ലല്ലോ, അവരെ പള്ളിയിൽ പോകുന്നില്ലല്ലോ. എങ്ങനെ അവരെ പള്ളിയിൽ പോവുക മൗലവി? മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമുള്ളവർക്കൊപ്പം എന്നാണ്. ഈ മുജാഹിദ് മൗലവിമാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും താങ്കളെ പോലെയുള്ള ആളുകൾ സുന്നി സമൂഹത്തെ ഒരു മുസ്ലിമായിട്ട് കാണുന്നില്ല. നേരെ മറിച്ച് ഇവിടുത്തെ ഹിന്ദു സഹോദരന്മാർ, ക്രിസ്തീയ സഹോദരന്മാർ, അവരൊക്കെ ഞങ്ങളെ മുസ്ലിമീങ്ങളായി അംഗീകരിക്കുന്നുണ്ട്, മനുഷ്യത്വമുള്ളവരായി അംഗീകരിക്കുന്നുണ്ട്. വഹാബികളായ നിങ്ങളോ മുജാഹിദ് എങ്ങോട്ട് അയാൾ ഉളുപ്പില്ലാത്തവരെ ആ മുജാഹിദൊന്നുമല്ല. അയാൾക്ക് തനിച്ച് മുജാഹിദ് ആശയാണ് അയാൾക്കുള്ളത്. എന്നിട്ട് ഉളുപ്പില്ലാതെ ഞാൻ മുജാഹിദല്ല എന്ന് എന്തോ അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് ഉണ്ടാവില്ല, പക്ഷേ അദ്ദേഹത്തിന് മുജാഹിദ് ആശയ. എന്നിട്ട് ഉളുപ്പില്ലാതെ പറയാം മുജാഹിദൊന്നുമില്ല, പക്ഷേ മുജാഹിദിൻ്റെ ആശയം അദ്ദേഹത്തിനുള്ളൂ. എന്നിട്ട് അയാൾ പറയാം മുജാഹിദിന് ജമാഅത്തെ ഇസ്ലാമിക്കാരെ പള്ളിയിൽ കയറുന്നില്ല. എങ്ങനെ അവരെ പള്ളിയിൽ കയറും? സുന്നികളായ ആളുകളെ മനുഷ്യത്വമുള്ളവരായി അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെ യാത്രയുടെ ലക്ഷ്യം എന്താണ്? ഇപ്പോൾ ഉദാഹരണം പറയാം, കളവ് നടത്തുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അപ്പോൾ മനുഷ്യർക്കൊപ്പം എന്ന യാത്രയിൽ കളവ് നടത്തുന്ന ആളുകളൊപ്പം കളവ് നടത്തണമെന്നാണോ AP ഉസ്താദ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്യുന്ന എത്രയോ സ്ത്രീകളുണ്ട്, അവർ മനുഷ്യരല്ലേ, അതുകൊണ്ട് അവരൊപ്പം വ്യഭിചാരം ചെയ്യണമെന്നാണോ മൗലവി താങ്കൾ മനസ്സിലാക്കുന്നത്? ആ പറഞ്ഞതിൻ്റെ അർത്ഥം വ്യഭിചാരം ചെയ്യുന്ന ആളുകളെ മനുഷ്യത്വപരമായിട്ട് അവരെ നന്നാക്കിയെടുക്കണം.
അതുപോലെ തന്നെ കളവ് നടത്തുന്ന ആളുകളെ അവരെ മനുഷ്യത്വമുള്ളവരായി മാറ്റിയെടുക്കണം. അതിനാണ് യാത്ര. അതാണ് മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞാൽ. അല്ലാതെ കളവ് നടത്തുന്ന ആളുകളൊപ്പം നിൽക്കാനും അല്ലെങ്കിൽ വേശ്യാലയം നടത്തുന്ന ആളുകളൊപ്പം നിൽക്കാനും അല്ല. അല്ലാതെ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിക്കാർ അവർ ഞങ്ങൾ മുസ്ലിമീങ്ങളല്ല, ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാണ്, ഞങ്ങളെപ്പറ്റി പച്ച നുണ പറയുന്ന അവരൊപ്പം ഞങ്ങൾ അങ്ങനെ നിൽക്കും. അപ്പോൾ അവരെ നന്നാക്കിയെടുക്കാനാണ് യാത്ര. അവർ മനുഷ്യത്വമുള്ള ആളുകളായി മാറണം. അപ്പോൾ അതുകൊണ്ട് മൗലവി താങ്കൾ ചെയ്യേണ്ടത് മുജാഹിദിൻ്റെ ആളുകൾ മനുഷ്യത്വമുള്ള ആളുകളായി മാറാൻ വേണ്ടിയാണ്. അല്ലാതെ അവർ മനുഷ്യത്വമില്ലാത്ത ആളുകൾക്കൊപ്പം നിൽക്കാനല്ല. മനുഷ്യത്വമുള്ള ആളുകളായി വഹാബികൾ മാറണം. അതിനുവേണ്ടിയാണ് യാത്ര. അതുകൊണ്ട് താങ്കൾ ആ ഭൂതക്കണ്ണാടി അയച്ചു മാറ്റിയിട്ട് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് നയിക്കുന്ന യാത്രയിൽ ഒരുപാട് വ്യത്യസ്ത മത ജാതി മത ഭേദമന്യേ രാഷ്ട്രീയക്കാരും എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുജാഹിദ് മൗലവിമാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും അവരെന്ത് ചെയ്യണം? ഞങ്ങൾ സുന്നികളാണ്, മുസ്ലിമീങ്ങളാണ് എന്ന് അംഗീകരിക്കണം. മനുഷ്യത്വമുള്ള ആളുകളായി മാറണം. അപ്പോൾ നമുക്ക് അവരെ കൂടെ അവരെ പള്ളിയിലൊക്കെ പ്രവേശിക്കാം. അപ്പോൾ അതുകൊണ്ട് താങ്കൾ ആദ്യം ചെയ്യേണ്ടത് അവരുമായി സംസാരിച്ചിട്ട് സുന്നികൾ മുസ്ലിമീങ്ങളാണെന്ന് ഒന്ന് സമ്മതിപ്പിക്കുക. അവരെ കൊണ്ട് സുന്നികൾ മുസ്ലിമീങ്ങളാണ്, അവർ ബഹുദൈവ ആരാധകരല്ല എന്ന് താങ്കൾ അവരെ കൊണ്ട് മുജാഹിദുകളെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്കുക. അപ്പം ഞങ്ങൾ മനുഷ്യത്വമുള്ള ആളുകളാണെന്ന് സമ്മതിച്ചാൽ അവരുമായി ഞങ്ങൾ കൂട്ടുകെട്ടും. അപ്പം ഞങ്ങളുമായി മനുഷ്യത്വമുള്ളവരുമായി ഞങ്ങൾ സഹകരിക്കുന്നു. അതിനുവേണ്ടിയാണ് യാത്ര എന്ന് സ്നേഹത്തോടെ മൗലവിയോട് ഓർമ്മപ്പെടുത്തുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.